ഇന്ന് ഉയർപ്പുകാലം 6-ാം ഞായർ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തന പുസ്തകത്തിൽ നിന്ന് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് അധ്യായം 10 പത്രോസിൻ്റെ പ്രസംഗം. രണ്ടാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് അധ്യായം 4 ദൈവം സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റേത് അധ്യായം 15. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. വാക്യം 9. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്യമാണ് ഈ സുവിശേഷ പ്രതിപാദ്യം. സ്നേഹത്തിൽ നിലനിൽക്കുക എത്ര സുന്ദരമായ അനുഭവമാണിത്. സുന്ദരമാണ് സ്നേഹം, പക്ഷേ ക്രിസ്തീയ സ്നേഹം അതിസുന്ദരമാണ്. കാരണം യേശു സ്നേഹിച്ചതുപോലെയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും സ്നേഹിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യേശു സ്നേഹിച്ചതുപോലെ ആയിരിക്കണം നമ്മളും സ്നേഹിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസി ദാസനല്ല, നല്ലൊരു സുഹൃത്താണ്, ദൈവപുത്രൻ്റെ സുഹൃത്ത്. എത്രയോ നല്ലതാണ് ഈ വിശ്വാസ സങ്കല്പം. സൗഹൃദമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്നേഹമാണ് ദൈവത്തിൻ്റെ അടയാളം. അഭിനയമല്ല, അഭ്യർത്ഥിക്കലുമല്ല, ദൈവം സ്നേഹമാണെന്ന് ഉറപ്പിക്കലാണ് ദൈവത്തിൻ്റെ ദൗത്യം. സ്നേഹമുള്ളിടത്താണ് സന്തോഷമുള്ളതെന്ന് അറിഞ്ഞവർ ഒരിക്കലും വിദ്വേഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രതിനിധികളാകുകയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഭവിച്ചവർക്ക് വെറുപ്പുമായി കൂട്ടുകൂടുവാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവൻ്റെ വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്, പരിപാലനയുടെ വഴിയാണ്, സംരക്ഷണത്തിൻ്റെ വഴിയാണ്. ഇന്നത്തെ സുവിശേഷ വായനയുടെ അവസാന വാചകം അധ്യായം 15 വാക്യം 17 നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.